വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസിയായിട്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതുപോലുള്ള പ്രാർത്ഥനകൾ വെറും നിസ്സാരമാക്കി കളയുന്നതും അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമോശമാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിനുമാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം ദുനിയാവിലെ സർവ്വ നന്മകളും അനുഗ്രഹങ്ങളുമാണ്. ഇനി രണ്ടാമത്തെ നേട്ടം പരലോകത്തെ സർവ്വ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും. ഇനി മൂന്നാമത്തെ നേട്ടം, ഇത് ചൊല്ലുന്ന ആളുകളെ ഈ പ്രാർത്ഥന നരക ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കും. ഈ ചെറിയ പ്രാർത്ഥന ഒരു പ്രധാന സമയത്ത് ഒരു നിശ്ചിത എണ്ണം ചൊല്ലിയാൽ ഈ ചൊല്ലുന്ന ആൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ അവരുടെ കടങ്ങൾ വീടാനുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കും. ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കും. ഭാര്യമാർ ചൊല്ലിയാൽ അവരുടെ ഭർത്താവിന് ജോലി ലഭിക്കും. ഉമ്മമാർ ചൊല്ലിയാൽ അവരുടെ മക്കൾക്ക് ജോലി ലഭിക്കും. ഇനി ബിസിനസ് ചെയ്യുന്ന ഭർത്താവിന് വേണ്ടി ഭാര്യ ഇത് പതിവാക്കിയാൽ അവരുടെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകും. ഈ പ്രാർത്ഥന പതിവാക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സർവശക്തനായ അള്ളാഹു നീക്കിക്കൊടുക്കുന്നതാണ്. അവരുടെ ദുനിയാവിലെയും ആഹിറത്തിലെയും എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരുന്നതാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ വളരെ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വളരെ പ്രതിസന്ധിയിലാണ്. അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങിയ അവസ്ഥയാണ്. ഇതിനു വേണ്ടി ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ സ്ത്രീയോട് ചോദിച്ചു, സഹോദരി, എന്താണ് അദ്ദേഹത്തിൻ്റെ മനപ്രയാസത്തിന് കാരണം? ആ സ്ത്രീ മറുപടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കച്ചവടം പരാജിതമായ അവസ്ഥയിലാണ്. ആ സമയത്ത് ആയിഷ ബീവി വിഷമിച്ചിരിക്കുന്ന സഹോദരിക്ക് പറഞ്ഞുകൊടുത്ത പരിഹാരമാർഗമാണിത്. നമ്മൾ തഹജുദിനോ സുബ്ഹിക്കോ എണീക്കുന്ന സമയത്ത് കണ്ണു തുറന്ന ഉടനെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ പതിവാക്കുന്ന പ്രാർത്ഥനയുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന 17 വട്ടം ചൊല്ലി പൂർത്തിയാക്കുക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയായിരിക്കും ഇത്. ബഖറ സൂറത്തിലെ 201 ആയത്താണിത്. എല്ലാവരും ചൊല്ലി പതിവാക്കേണ്ട പ്രധാന പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന അറിയുന്നവർ മരണം വരെ പതിവാക്കണം. അറിയാത്തവർ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ തന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ ദുനിയാവിൽ നമുക്ക് നല്ലത് മാത്രം തരുന്ന, പരലോകത്തും നല്ലത് തരുന്ന, നരക ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന ഈ ശക്തിയേറിയ പ്രാർത്ഥന 17 വട്ടം ആരും ചൊല്ലാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.